മുൻപ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിലും 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പുതിയ UGC ഡ്രാഫ്റ്റ് റെഗുലേഷനെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തുന്ന വിമർശനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതുമായി ബന്ധപ്പെട്ടാണ്. പണം മുടക്കാൻ സംസ്ഥാന സർക്കാരും നേട്ടം കൊയ്യാൻ കേന്ദ്ര സർക്കാരും എന്ന സമീപനത്തെ പിന്തുണയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഡ്രാഫ്റ്റ് UGC റെഗുലേഷൻ. ഇപ്പോൾ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടും ഇതിനെ ശരിവയ്ക്കുകയാണ്. നമ്മുടെ ഈ നിലപാടിനെ ശരിവയ്ക്കുന്ന രീതിയിലാണ് നീതി ആയോഗിൻ്റെ കണ്ടൻസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കൺവെൻഷൻ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അതിനെതിരായിട്ടുള്ള ഒരു ദേശീയ പ്രതികരണ വേദി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആസൂത്രിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ വഴിയും പുതിയ കർമ്മ പരിപാടികൾ ഒരുക്കിയും കേരളം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിലൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളെ മുൻനിരയിൽ എത്തിച്ചിട്ടുള്ളതാണ്. റാങ്കിങ്ങും അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രകടനങ്ങളിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിളക്കമാർന്ന നേട്ടങ്ങൾ തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത്. ഇവയെ ആകമാനം അട്ടിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ, അതിനെ തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ്റെ പ്രപ്പോസൽസ് ഉള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിനെയും സംസ്ഥാനത്തെ തന്നെയും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സമീപനം ഇതിൽ ഉൾച്ചേർന്നതായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഇതിനെതിരായിട്ട് രാജ്യത്താകെ തന്നെ വലിയ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. UGC എന്തിനു വേണ്ടിയിട്ടാണോ സംസ്ഥാപിതമായത് അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലുള്ള കാര്യങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ്റെ കണ്ടൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് ഗ്രാൻറ്റ്സ് എന്നുള്ളത് നേരത്തെ തന്നെ അപ്രത്യക്ഷമാകുന്ന നിലയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതികർശനമായിട്ടുള്ള റെഗുലേഷൻസിൽ കൂടെ ഓരോ തീട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി UGCയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ UGC സ്ഥാപിതമായിട്ടുള്ളത് അതിൽ നിന്ന് നേരെ എതിർദിശയിലുള്ള ഒരു കടന്നുകയറ്റാണ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിലൂടെ UGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നത്. ഇതിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഇന്ന് ശക്തിപ്പെട്ടിരിക്കുകയാണ്. കർണാടക സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിരുന്നു. അതിശക്തമായ പ്രചാരണ പരിപാടികളിലേക്ക് പ്രവേശിക്കുന്നതടക്കമുള്ള ഒരു കർമ്മ പരിപാടിയും പ്രതിരോധ നയരേഖയും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യാപ്തി നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി 20 കേരളം ഒരുക്കുന്ന ഈ കൺവെൻഷൻ. സംസ്ഥാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന കരട് റെഗുലേഷനുകൾ ഉണ്ടാക്കാനിടയുള്ള അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധമുണ്ടാകുന്ന തരത്തിൽ വിശദീകരണങ്ങൾ ഉണ്ടാകാനിടയുള്ള ഗൗരവമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് കൺവെൻഷൻ്റെ ഘടന ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ കരട് റെഗുലേഷനുകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് JNU പ്രൊഫസർ ഓഫ് എമിറേറ്റ്സ് ആയിട്ടുള്ള പ്രഭാത് പട്നായിക്കിനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അദ്ദേഹവും ആ കമ്മിറ്റിയും ചർച്ച ചെയ്ത റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം പ്രൊഫസർ പട്നായിക് അവിടെ നിർവഹിക്കും. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായും വിവിധ ഏജൻസികളുടെ മേധാവികൾ ജോയിൻറ്റ് കൺവീനർമാരായും ഇതിനകം ഒരു
കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി എന്ന നിലയിൽ അവരുടെ മേൽനോട്ടത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത്. 1200ഓളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൺവെൻഷൻ്റെ സന്ദേശം ദേശീയ തലം തൊട്ട് താഴെ തലം വരെ എത്തിക്കാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.